ഇതാണ് നമ്മുടെ അടിസ്ഥാനം, ഒരു കൊക്കോക്കായ അല്ലേ സാറേ? ഇതിനെ നമ്മളിനി ഈ കാണുന്ന എല്ലാമായിട്ട് ഇത് എങ്ങനെ രൂപാന്തരപ്പെട്ടു ഒന്ന് വിവരിക്കാം. ഇതിന്റെ എല്ലാ സാധനവും എടുക്കും. ഇതിന്റെ തൊണ്ട് വരെ ഉപയോഗമുണ്ട്. തൊണ്ട് വരെ എന്താ അതുകൊണ്ടുള്ള ഉപയോഗം? ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഇതാണ് കായ. അടിച്ചു പൊട്ടിച്ചു. അടിപൊളി. ഇതാണ് രസമായിട്ടല്ലേ, ഒരു പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിൽ അല്ലേ, വളരെ മനോഹരമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പഞ്ഞിക്കെട്ട്. ഇതില് ഈ ഫ്ലഷ് ഇതിലാണ് ഈ വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ വെള്ള ഈ വെള്ള വൈറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഫ്ലഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അടിപൊളി. ഇതിന്റെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഇത്. പിന്നെ വിനെഗർ, ഇതുപോലെ ജ്യൂസ്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഫ്ലഷാണ്. ഓക്കെ. അപ്പൊ ഇതിൽ വിറ്റാമിൻസും മിനറൽസും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ഈ ഡ്രിങ്കിന്റെ പേര് ആന്റി ഓക്സിഡന്റ് കൊക്കോ ഡ്രിങ്ക് എന്നാണ്. ആന്റി ഓക്സിഡന്റ് എന്നിട്ട് എനർജി ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ഡ്രിങ്ക് ഓഫ് ദ ഗോഡ്. അടിപൊളി. ഇതാണ് ഞങ്ങൾക്ക് വന്നപ്പോ തന്നത്. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ. ഇത് അതുകൊണ്ടാണ് ഇത് ഇന്ത്യയില് ഇത് ഫസ്റ്റ് ടൈമാണ്. വേറെ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിന് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വിറ്റാമിൻസും മിനറൽസും എല്ലാം ഇതിലുണ്ട്. എന്നാൽ ഈ ഫ്ലഷിലുള്ളതാ, അത് അതിനകത്തുണ്ട്. അപ്പോ ഇതിന്റെ ഫ്ലഷ് ഇപ്പൊ ഇതായി. ഇനി ഇതിന്റെ ഹസ്ക്, തൊണ്ട്. ഏതുകൊണ്ട്? അതായത് ഈ തൊണ്ട്. ഈ തൊണ്ട് ചായ ആയിട്ടോ. അടിപൊളി. ഇതിന്റെ ടീ, കൊക്കോ ടീ. അതിന്റെ ഹസ്കാണ് ഇത്. നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്ന പോലെയാ. ഇതിന്റെ ഈ ഫ്ലഷിലാണല്ലോ വിറ്റാമിൻസ് ഇരിക്കുന്നത്. അപ്പൊ ചായ ആയിട്ട് കുടിക്കുമ്പോൾ ആ കണ്ടന്റ് അതിൽ കിട്ടും. പിന്നെ ഇതിന് ബട്ടർ എടുക്കും, കൊക്കോ ബട്ടർ. ഇതിന്റെ അകത്തുനിന്ന് ഈ നമ്മുടെ ഈ കായയുടെ ഉള്ളിൽ ബട്ടർ എടുക്കും. കൊക്കോ പൗഡർ എടുക്കും. ഇതൊക്കെ അതിന്റെ ഓരോ പ്രൊഡക്റ്റുകളാണ്. അല്ല സാറേ, ഇവിടെ ഹോമിയോ മരുന്ന് ഇതിലുണ്ടാക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഹോമിയോ മരുന്നല്ല, ഇത് റൈസ് ക്രിസ്പി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മള് ചോക്ലേറ്റില് നമ്മള് കഴിക്കുമ്പോ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പം ആ ഫില്ല് ചെയ്യുമ്പോൾ വെച്ചാൽ അത് നമ്മള് കഴിക്കുമ്പോ കടിക്കും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. റൈസ് ക്രിസ്പി എന്ന് പറയുന്നത്. റൈസ് ക്രിസ്പി. ഇപ്പൊ ഞങ്ങളിവിടെ ഇപ്പൊ നോട്ട്സ് ഇതൊക്കെ വെച്ചേക്കണ കാണാലോ. ഇത് നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റും. എന്റെ ടേസ്റ്റ് സാറ് പറയും, ഞാൻ പറയും. അല്ലല്ല, ഹിപ്നോട്ടിസ് അല്ല, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് എത്ര പെർസെന്റ് ആണെന്ന് പറയാൻ പറ്റും. ആ പെർസെന്റേജിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തരും, നിങ്ങൾ പറയുന്ന ഫില്ലിംഗ് വെച്ച്. അതാണ് ഇഷ്ടരുചി 20 മിനിറ്റ്. ഈ കാണുന്നത് അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ വരുന്ന